ഒരു ദിവസം കൂടെ കാണുവാനും രാവിലെ അവൻ്റെ സന്നിധിയിലായിരിക്കുവാനും നമ്മെ അനുവദിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതയാത്രയിൽ ദൈവത്തിനും അവൻ്റെ വചനത്തിനും അർഹമായ സ്ഥാനം നൽകി വചനാനുസരണം, വചന വെളിച്ചത്തിൽ ഓരോ ദിവസം നടക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ജീവിത തിരക്കിനിടയിൽ ഈ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള തിടുക്കത്തിൽ നമുക്കായി കാത്തിരിക്കുന്ന കർത്താവിനൊപ്പം ഇരിക്കുവാൻ സമയമില്ലാത്തവരായി നാം തീർന്നു പോകാതിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:36 ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു എന്ന് അതിന് നീതിമാന്മാർ എപ്പോൾ ഞങ്ങൾ നിന്നെ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ രോഗിയായിട്ടോ തടവിലോ ആയിട്ട് നിന്റെ അടുക്കൽ വരികയോ ചെയ്തു എന്ന് ചോദിക്കുന്നു. അതിന് രാജാവ്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്തത് എന്നറിയി ചെയ്യുന്നു. കണ്ടിട്ട് കാണാത്തവരെ പോലെ കടന്നു പോകുന്നവരുണ്ടാകാം, നാം ആ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ. എന്നാൽ ആരാകുന്നു എൻ്റെ ഈ ചെറിയ സഹോദരൻ? അത് നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും അയലത്തുമൊക്കെയും ഉള്ളവർ തന്നെയാകാം. ഇന്ന് എല്ലാ വിധത്തിലും ക്ഷീണിതരായിരിക്കുന്നവർ, പരസഹായം ആവശ്യമായിരിക്കുന്നവർ, പ്രത്യുപകാരം ചെയ്യുവാൻ ഇന്ന് ഒരു പ്രാപ്തിയുമില്ലാതായി തീർന്നിരിക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവരാരും അറിയണമെന്നില്ല. എന്നാൽ അറിയേണ്ടവൻ അറിയും. എല്ലാം എനിക്കാണ് ചെയ്തത് എന്നാണ് അരുളി ചെയ്യും. മാത്രമല്ല, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നവൻ നമ്മെ വിളിക്കും. അതുകൊണ്ട് എളിയവരെ ആദരിക്കുന്നവരായി നമുക്ക് തീരാം. അനാഥൻ്റെ സങ്കടത്തിൽ അവനെ പോയി കാണാം. നഗ്നരായിരിക്കുന്നവരെ ഉടുപ്പിക്കാം. നമ്മുടെ ആഹാരം വിശന്നിരിക്കുന്നവനുമായി പങ്കിടാം. അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ശേഷികളും നമ്മുടെ വിശ്വാസവും നമ്മുടെ അറിവും നമ്മുടെ സമയവും ഒക്കെ ദൈവത്തിൻ്റെ മോഹത്തിനായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമുക്ക് മറ്റുള്ളവരുമായി പങ്കിടാം. ആരെയും നമുക്ക് ഒരു തരത്തിലും അവഗണിക്കാതിരിക്കാം. സുഖത്തിലുണ്ടാകും സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് വ്യത്യസ്തരാകാം. ഇത് അനുഗ്രഹമാണ്. നോമ്പാചരണം അതിന് നമ്മെ ഒരുക്കുന്നതാകട്ടെ. അതിനായിട്ട്